Hello my dear friends, welcome back to happybeadstv. എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാനാണ് തനു. അപ്പോൾ നമ്മളുടെ പ്രീവിയസ് വീഡിയോസ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചൊക്കെ കണ്ടു നോക്കണം കേട്ടോ. വീഡിയോ ഒരു വാക്സ് നമുക്ക് വീട്ടിലെങ്ങനെ ഉണ്ടാക്കി നമുക്ക് ട്രൈ ചെയ്യാന്നുള്ളതാണ്. ഞാനങ്ങനെ നമ്മളുടെ ഈ കയ്യിലും കാലിലും ഒന്നും അങ്ങനെ വാക്സ് ചെയ്യാറില്ല. നോർമലായിട്ട് ഇപ്പോൾ അഥവാ അത്ര ഒരു ഹെവി ആയിട്ടുള്ള ഫംഗ്ഷനൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ മാത്രം വെച്ചാൽ അതെനിക്കൊരു അങ്ങനൊരു ചെയ്തില്ലെങ്കിലും അങ്ങനെ കുഴപ്പമില്ല എന്നൊരു കംഫർട്ടബിളാണ് ഞാൻ. അപ്പോൾ ഞാൻ വാങ്ങിച്ച് ചെയ്യണമെന്ന് വെച്ചാൽ വാക്സ് സ്ട്രിപ്പ് വാങ്ങിച്ചിട്ടാണ് നോർമലി ചെയ്യാറുള്ളത്. അല്ലെങ്കിൽ നമ്മൾ കോൾഡ് വാക്സ് വാങ്ങിക്കും. ഹോട്ട് വാക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കൈയൊക്കെ പൊള്ളണ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഹോട്ട് വാക്സ് അല്ല, കോൾഡ് വാക്സ് ആണ് യൂസ് ചെയ്യാറുള്ളത്. പിന്നെ അതും പുറത്തുനിന്ന് വാങ്ങിച്ചാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ആദ്യമായിട്ട് ഒരു സ്വന്തമായിട്ടൊരു വാക്സ് ഉണ്ടാക്കിയിട്ട് പരീക്ഷിച്ച് നോക്കി. അതും നമ്മളൊരു അറേബ്യൻ വാക്സ് വളരെ ഈസി മെത്തേഡായിട്ട് നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം, യൂസ് ചെയ്യുകയും ചെയ്യാം. രണ്ട് രീതിയിൽ ഇത് യൂസ് ചെയ്യാം, ഞാനത് പറഞ്ഞുതരാം. അപ്പോൾ അതെങ്ങനെയാണ് യൂസ് ചെയ്യണതും വളരെ ഈസി ആയിട്ടുള്ള സ്റ്റെപ്പും മെത്തേഡൊക്കെയാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് സ്റ്റോർ ചെയ്യുകയും ചെയ്യാം. കുറേ നാൾ നമുക്കത് ഫ്രിഡ്ജിലൊക്കെ കീപ്പ് ചെയ്ത് സൂക്ഷിക്കാം. ഒരു പ്രശ്നം ഉണ്ടാവില്ല, അങ്ങനെ ചീത്തയായിട്ട് പോകത്തൊന്നുമില്ല. മാത്രമല്ല ഒരുപാട് ഹെവി ആയിട്ടുള്ള എമൗണ്ട് ഒന്നും ഇതിനുവേണ്ടി ചിലവഴിക്കാൻ വേണ്ട. മാത്രമല്ല നമ്മൾ നന്നായിട്ട് നമ്മളുടെ കയ്യിലും കാലിലും അതുപോലെ ബിക്കിനി വാക്സൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. നമ്മൾ അണ്ടർആംസിലൊക്കെ ഇത് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അണ്ടർആംസിലൊക്കെ നമ്മൾ നോർമലി ഷേവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഭാഗം കറുത്ത് വരും ത്രൂ ഔട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഇതാണെങ്കിൽ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. നല്ല രീതിയിൽ നമുക്ക് നോർമലായിട്ട് നന്നായിട്ട് നമ്മുടെ ഹെയർസൊക്കെ പോവുകയും ചെയ്യും. നല്ലതായിട്ട് ആ ഭാഗത്ത് ഇങ്ങനെ ബ്ലാക്ക് ആയിട്ട് വരണ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ഷേവ് ചെയ്യുമ്പോഴാണ് നമുക്ക് ബ്ലാക്ക് കളർ ഇങ്ങനെ തിക്കായി കൂടിയിട്ട് വരിക. ഇതിൻ്റെ അങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഒന്നും ഉണ്ടാവുകയും ചെയ്യില്ല. നന്നായിട്ട് വേരോട് കൂടിയിട്ട് നമ്മളെ ഹെയർസൊക്കെ റിമൂവ് ആവുകയും ചെയ്യും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം. ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത്, ഞാനിപ്പോൾ ആദ്യം ചെയ്ത് നോക്കിയിട്ട് ഇപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് ചെയ്യണത്. അപ്പോൾ 2 പ്രാവശ്യം ഉണ്ടാക്കി, ആദ്യത്തെ പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് കുറച്ച് തിക്കായിപ്പോയി, കൺസിസ്റ്റൻസി കുറച്ച് തിക്കായി. അപ്പോൾ അത് ശരിയായില്ല. രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും ഉണ്ടാക്കി ശരിയായി. മൂന്നാമത്തെ പ്രാവശ്യം നിങ്ങളെ കാണിച്ചു തരാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ എന്താണ് അതിൻ്റെ തെറ്റുകൾ, നമ്മളെ ന്യൂനതകളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്കും അത് ഉണ്ടാക്കുമ്പോൾ സംഭവിക്കാൻ പാടില്ലല്ലോ. അപ്പം വളരെ ഈസി ആയിട്ട് ഞാൻ ഉണ്ടാക്കി നോക്കി. അപ്പോൾ ഉണ്ടാക്കിയിട്ട് ഉപയോഗിച്ചിട്ടും വളരെ കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെ അത് ഉണ്ടാക്കുക എന്നുള്ളത് അറിയിക്കുക. നമുക്ക് വേണ്ടത് 1 കപ്പ് പഞ്ചസാരയാണ്, അതുപോലെ തന്നെ 1/2 കപ്പ് വെള്ളം, അതുപോലെ 3 നാരങ്ങയുടെ നീര്. ഇനി ഒരു പാനിലോട്ട് നമുക്ക് ഈ 1 കപ്പ് പഞ്ചസാര നമുക്ക് എടുത്ത് വെക്കാം. ബ്രൗൺ ഷുഗറോ വൈറ്റ് ഷുഗർ ഏതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇതിലേക്ക് നമ്മൾ 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ 3 നാരങ്ങയുടെ ജ്യൂസ് നേരത്തെ പിഴിഞ്ഞ് എടുത്തു വെച്ചാൽ ഏറ്റവും നല്ലത്. വിനിഗറൊക്കെ യൂസ് ചെയ്യാറുണ്ട്, പക്ഷേ അതിനൊരു ബാഡ് സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ വിനിഗർ യൂസ് ചെയ്യാം, ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ലെമൺ യൂസ് ചെയ്യാം. ലെമണിൻ്റെ കുരുവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്യുക. അതിന് ശേഷം പാന് ചൂടാക്കിയിട്ട് പതിയെ നമ്മൾ ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെക്കാൻ പാടുള്ളൂ. ഒരിക്കലും നമ്മൾ ഹൈ ഫ്ലെയിമിൽ എടുത്തിട്ട് വെച്ചിട്ട് ഒരുപാട് സ്പീഡിലൊന്നും ഉണ്ടാക്കാമെന്ന് വിചാരിക്കരുത്. അത് എന്താ പറയുക, അത് നമുക്ക് ഉപകാരത്തെക്കാൾ കൂടുതൽ ഉപദ്രവമാവത്തുള്ളൂ. കാരണം വെച്ചാൽ അത് നമ്മളുടെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അതേപടി ആവില്ല. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കുക. കണ്ടോ, അത് ഇപ്പോഴത്തേക്കും ഈ രീതിയിൽ ഇങ്ങനെ കൊമ്പള വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു വൈറ്റ് കളറിലാണ് നമുക്ക് കാണാൻ പറ്റണേ. ഇനി ഇത് കളർ മാറിക്കൊണ്ടേയിരിക്കും, ഒരു ഗോൾഡ് കളറിൽ വന്നുകൊണ്ടിരിക്കും. നമ്മൾ കരാമലൊക്കെ ഉണ്ടാക്കണ രീതിയിൽ തന്നെയാണ്. പക്ഷേ നമ്മൾ ഒത്തിരി അങ്ങോട്ട് ഡ്രൈ ആയി പോവരുത്. ഈ ഒരു രീതിയിൽ ഹണി ഒക്കെ ഉള്ള പരുവമില്ലേ, ആ ഒരു പരുവത്തിലുണ്ടായിരിക്കണം. ചിലത് സ്റ്റിക്കി കൺസിസ്റ്റൻസി, വാട്ടർ കൺസിസ്റ്റൻസി ആയിരിക്കണം. ഒരുപാട് തിക്കായി പോയിട്ടുണ്ടെങ്കിൽ കട്ടിയായി പോവും, നമ്മൾ ഉദ്ദേശിച്ച സാധനം കിട്ടൂല. പലർക്ക് സംഭവിക്കണ കാര്യം എന്ന് വെച്ചാൽ ഒത്തിരി അങ്ങോട്ട് കട്ടിയായി പോവും, പിന്നെ ഒന്നിനും പറ്റാത്തൊരു പരുവത്തിലായി പോകും എന്നുള്ളതാണ്. പിന്നെ നമുക്കൊന്നിനും യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് ഈ ഒരു പരുവം നമുക്ക് എടുക്കാം. കണ്ടോ, ഒരു ഹണിയുടെ പരുവമാണ്. ഒത്തിരി അങ്ങോട്ട് കട്ടിയായി പോകത്തില്ല. എന്നാൽ അപ്പോൾ ഞാൻ തണുപ്പിച്ചതിന് ശേഷമുള്ള പരുവാണിത്. ചെറുതായിട്ട് നമ്മൾ അടിയിൽ ഐസ് കൊടുക്കുക, അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ മുതൽ വെച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെ ഹണി വരണ പോലെ വരും. ഇനി നമുക്കത് ഒരു പ്ലേറ്റിലോട്ട് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ചെറിയ ചൂടുണ്ടാവും കേട്ടോ, കൈ ചെറുതായിട്ട് പൊള്ളും, നമ്മളത് ശ്രദ്ധിക്കണം, കൈ പൊള്ളിപ്പോകരുത്. അതിന് ശേഷം നമ്മൾ കയ്യിൽ വെച്ചിട്ട് തന്നെ ഒരു അല്പം വെള്ളം നമ്മൾ തൊട്ട് കൊടുത്തിട്ട്, ഒരുപാട് വെള്ളം തൊട്ട് കൊടുത്താൽ അത് ശരിയാവില്ല. അല്പം വെള്ളം തൊട്ട് കൊടുത്തിട്ട് നമ്മൾ ഇതിങ്ങനെ കുറച്ചൊരു ഉരുള പോലെ എടുത്തിട്ട് നമ്മൾ കയ്യിലിട്ട് തന്നെ നല്ലപോലെ ഒന്ന് എന്താ പറയണേ, നമ്മൾ പൊറോട്ടയ്ക്കൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടിട്ട് ചെയ്യണ പോലെ
അങ്ങനെയല്ലേ പറയുക, അങ്ങനെ തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ രീതിയിൽ ഞാൻ കാണിച്ചു തരുന്ന രീതിയിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഞാനും ഇത് കണ്ടുപിടിച്ചാണ് കേട്ടോ, അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ ചെയ്ത് കൊടുത്തത്. ആദ്യം ചില കട്ടി കൂടിപ്പോയി ഉണ്ടായി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ കളറ് മാറിയിട്ട് നല്ല ഭംഗിയുള്ളൊരു ഗോൾഡൻ യെല്ലോ ആയിട്ട് മാറും. കുറച്ച് നേരം നമ്മളിതിൻ്റെ പുറകെ നിൽക്കണം കേട്ടോ, എന്നാലും ഇത് ശരിയാവുള്ളൂ. ക്ഷമ വേണം, എന്തെങ്കിലും ക്ഷമ ഉണ്ടെങ്കിൽ അടക്കമുള്ളൂ. നല്ല പോലെ ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടും. ഒരു ഗോൾഡൻ കളറിൽ നമുക്ക് ഇതായിട്ട് കിട്ടും. അതിനുശേഷം ഞാനിത് കയ്യിൽ യൂസ് ചെയ്യുക, നമ്മുടെ കാലിലൊക്കെ ഇതേപോലെ യൂസ് ചെയ്യുക. നല്ല പോലെ രോമം വരും. ഉള്ള രോമമൊക്കെ കളയാം. അതേ സൈഡിലൊക്കെ രോമം കൂടുതലുള്ള ആൾക്കാർക്കൊക്കെ അതൊക്കെ ഈസി ആയിട്ട് കളയാവുന്നതാണ്. വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല. അതുപോലെ തന്നെ നമ്മളിത് യൂസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കൺസിസ്റ്റൻസി, തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി ഉണ്ടാവാതെ വാട്ടർ കൺസിസ്റ്റൻസിയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഒരു ചെറിയ ചൂടോട് കൂടിയിട്ട് നമ്മൾ തേച്ച് കൊടുക്കുക. ഒരു ലെയർ അപ്ലൈ, ഒരു കത്തിയോ അല്ലെങ്കിൽ ഒരു സ്പൂണോ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെറിയ ചൂടോട്, ഒരുപാട് ചൂടാൻ പാടില്ല, ചെറിയ ചൂടോടെ നമ്മൾ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് ഒരു വൈറ്റ് കോട്ടനോ എന്തെങ്കിലും ഒരു കോട്ടൺ വെച്ചിട്ട് നമ്മൾ അതിങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്യുക. അതിന് ശേഷം ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, അതായത് നമ്മൾ രോമം വളരുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് നന്നായിട്ട് വലിച്ചു കൊടുക്കുക. ആ ഒരു ടൈപ്പില്ലേ, നമ്മളിങ്ങനെ തേച്ച് കൊടുക്കണ്ട. നമുക്ക് ഈ വാട്ടർ കൺസിസ്റ്റൻസിയിൽ തന്നെയാണെങ്കിലും നമുക്കത് യൂസ് ചെയ്യാം. അപ്പം നമുക്ക് കുറച്ച് കോട്ടൺ ആവശ്യമുണ്ടെന്നേ ഉള്ളൂ, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. നമ്മൾ തുണിയില്ല, നമ്മൾ പാഴായി പോണ തുണിയില്ല, കോട്ടൺ തുണി, അത് വെച്ച് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് പൗഡർ ആ ഭാഗത്ത് നന്നായിട്ട് തേച്ച് കൊടുക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ അത് നല്ല രീതിയിൽ നമുക്ക് പോകും. ഇവിടെ കാലിലൊക്കെ കുറച്ച് തിക്കായിട്ടുള്ള രോമമായിരിക്കില്ലേ, അവിടെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ നല്ല രീതി ആ ഒരു രീതി യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇങ്ങനെ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ വീഡിയോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെനിക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ കമൻസും ഒക്കെ ഇടാൻ മറക്കരുത്. നമ്മളുടെ വീഡിയോയുടെ താഴെ പരീക്ഷിച്ചിട്ട് പോസിറ്റീവ് റിസൾട്ട് കിട്ടിയൊരു കമൻറ്റ് ഇടാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ അനുഭവം ഒന്നും കൂടെ പങ്കിടാൻ മറക്കരുത്. അപ്പോൾ നമ്മളുടെ വാട്സപ്പിലേക്ക് വാട്സപ്പ് ചെയ്യാൻ 9496532598 നിങ്ങളുടെ അനുഭവം എന്താണെന്നുള്ളതും പറയുക. നമ്മുടെ ഗ്രൂപ്പിലോട്ട് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാവർക്കും അത് കാണുമ്പോൾ ഒരു കംഫർട്ടബിൾ ആയിരിക്കും, അപ്പോൾ ചെയ്യാനൊരു ഉത്സാഹം തോന്നും. അപ്പോൾ എന്തെങ്കിലും അടുത്ത എപ്പിസോഡിൽ മറ്റു പുതുമயான വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഇറ്റ്സ് മീ തനു സൈനിങ് ഓഫ്. ടേക്ക് കെയർ, ബൈ.